Chapter 3 Principles of Cooperation. Principles of Cooperation. Principles of Cooperation ഫോമുലേറ്റ് ചെയ്ത ICA ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ. അത് 3 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. റോഗ്ഡേറ്റ് പ്രിൻസിപ്പിൾസ്, റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്, റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ്. ഈ 3 പ്രിൻസിപ്പിൾസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യമായി നമുക്ക് ICA എന്താണെന്ന് അറിയാം. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. International Cooperative Alliance is a worldwide confederation of cooperative organizations. ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഒക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കോൺഫെഡറേഷനെ എന്താ വിളിക്കുന്നത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് വിളിക്കുന്നത്. ഈ അലയൻസ് ഫൗണ്ടഡ് ബൈ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു. held at London in 1895. 1895 ലണ്ടനിൽ ചേർന്ന ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് അലയൻസ് എന്നുള്ള അതിന്റെ കോപ്പറേറ്റീവ് അലയൻസ് രൂപം കൊള്ളുന്നത്. 1982 വരെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 203 അഫിലിയേറ്റഡ് ബോഡീസ് സ്പ്രെഡ് ഓവർ 82 ഡിഫറെന്റ് കൺട്രീസ്. ഏകദേശം 203 അഫിലിയേറ്റഡ് ബോഡീസ് ഇതിന്റെ അണ്ടറിലായിട്ടുണ്ട് 82 കൺട്രീസിലായിക്കൊണ്ട്. ഇതിന്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഫ്രം ഇറ്റ്സ് മെമ്പർ ഓർഗനൈസേഷൻ, അതിന്റെ മെമ്പർ ഓർഗനൈസേഷൻ എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇൻ അഡീഷൻ അതിലൂടെ തന്നെ ഗ്രാൻഡ്സ് ആർ റിസീവ്ഡ് ഫോർ സ്പെസിഫിക് പ്രോജക്റ്റ്, പ്രത്യേക പ്രൊജക്റ്റുകൾക്ക് വേണ്ടി വേരിയസ് ഏജൻസിയിൽ നിന്ന് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ത്രൂ മെമ്പർ ഓർഗനൈസേഷനിലൂടെ അവർക്ക് ഗ്രാൻഡുകൾ അനുവദിച്ച് കിട്ടാറുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നോക്കാം. ഒന്ന് ജനറൽ അസംബ്ലി ഉള്ളത്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, പിന്നെ ഡയറക്ടർ ഉണ്ട്, ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. എന്താണ് ജനറൽ അസംബ്ലി? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി ഡെലിഗേറ്റ്സ് ഓഫ് അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസ്. അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെയും ഡെലിഗേറ്റ്സ് ഉള്ള അവർ ചേരുന്നതാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. The maximum representation from a country is limited to 20 ആണ് അതിന്റെ പരിധി. അന്നേരം നമുക്ക് നോക്കാം മെമ്പർഷിപ്പ്, ആർക്കാണ് മെമ്പർഷിപ്പ് എന്നുള്ളത്. ഇതിന് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നാഷണൽ ഫെഡറേഷൻസ് ആണ് ICAയിലെ മെമ്പേഴ്സ്. ഓരോ രാജ്യത്ത് നാഷണൽ ഫെഡറേഷൻ ആണ് ICAയിലെ മെമ്പേഴ്സ്. ഏകദേശം 70 കൺട്രീസിൽ അതിന് മെമ്പേഴ്സ് ഉണ്ട്. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ ഇതിന്റെ മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങളാണ്. ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അവരുടെ സബ്സ്ക്രിപ്ഷൻ റെപ്രസെന്റ് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ICA റിസീവ് ഡൊണേഷൻ ഫ്രം നോൺ മെമ്പർ കൺട്രീസ്, നോൺ മെമ്പർ കൺട്രീസ് ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട്. റേസ് ഫണ്ട് ബൈ സെല്ലിംഗ് പബ്ലിക്കേഷൻസ് ഓൾസോ, പബ്ലിക്കേഷൻസ് സെല് ചെയ്തുകൊണ്ടും റവന്യൂ എന്ത് ചെയ്യാറുണ്ട്? സ്വരൂപിക്കുന്നുണ്ട്. ജനറൽ അസംബ്ലി എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ പോയത്. എന്താ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്? ജനറൽ അസംബ്ലിയിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 20 ആളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യത്ത് നിന്ന്. 2 വൈസ് പ്രസിഡന്റ് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, 2 വൈസ് പ്രസിഡന്റ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിനുണ്ടാവുക. ഒരു പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ് മാർ, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ജനറൽ കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് അലയൻസ്. അതിന്റെ എല്ലാ വിധത്തിലുള്ള ജനറൽ കൺട്രോളും ആർക്കാണ്? ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. ദെൻ ഡയറക്ടർ ഉണ്ടായിരിക്കും, സെക്രട്ടേറിയറ്റ് ഓഫ് അലയൻസ് ഉണ്ടാവും ഇവിടെ. അതിനെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അതിന് ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കും. റെപ്രസെന്റേറ്റീവ് ഓഫ് മെമ്പർ ഓർഗനൈസേഷൻ, മെമ്പർ ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഒരു സെക്രട്ടറി ഉണ്ടാവും. പ്രധാനമായിട്ടും 4 റീജിയൻസ് ആയിട്ടാണ് റീജിയണൽ ഓഫീസേഴ്സ് ആണുള്ളത്. ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹി ആണ്. ദെൻ ഫോർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, സെൻട്രൽ ആഫ്രിക്ക ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഈ ഒരു ഭാഗം വരുന്ന ഒരു റീജിയൺ ആണ്.
വെസ്റ്റ് ആഫ്രിക്ക മറ്റൊരു റീജിയൺ ആണ്. സെൻട്രൽ അമേരിക്കയും കരീബിയൻ വരുന്നത് വേറൊരു റീജിയൺ ആണ്. ഇങ്ങനെ 4 റീജിയണൽ ഓഫീസസ് ആണുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA നോക്കാം. ICAയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ICA എന്താണ്, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ടു ആക്ട് ആസ് എ ഗ്ലോബൽ റെപ്രസെന്റേറ്റീവ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ ഗ്ലോബൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. കോപ്പറേറ്റീവ്സിന്റെ ഏത് പ്രതിനിധാനം എന്നുള്ള നിലക്ക് പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെയും ഈ ICA ആണ് എന്ത് ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. Global representative of cooperative organization which practice follow ICA principle. ICA principle follow ചെയ്യുന്ന എല്ലാ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെയും ഒരു ഗ്ലോബൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ICA വർക്ക് ചെയ്യുന്നത്. ICA give a popularity for cooperative principle and method. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനും മെത്തേഡ്സിനും ത്രൂ ഔട്ട് ദി വേൾഡിൽ പോപ്പുലാരിറ്റി നൽകുന്നത് കോപ്പറേറ്റീവ് അലയൻസ് എന്ന ഈ അലയൻസ് ആണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇതിന്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊമോട്ട് കോപ്പറേഷൻ ഇൻ ഓൾ കൺട്രീസ്. എല്ലാ രാജ്യത്തും കോപ്പറേഷൻ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പോപ്പുലാരിറ്റി, പ്രൊമോഷൻ, ആക്ട് ആസ് എ റെപ്രസെന്റേറ്റീവ്. ദെൻ പിന്നെ സേഫ്ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഓൾ ഇറ്റ്സ് ഓൾ ഫോംസ്, എല്ലാ ഫോംസിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റിന് അവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ICAയുടെ മറ്റൊരു ധർമ്മം. ICA act as a global representative. ICA give popularity for cooperative principles. ICA promote cooperation in all countries. ICA safeguard the interest of the cooperative movement and maintain friendly relation between its affiliated organizations. Affiliated ഓർഗനൈസേഷൻസിൽ അവർ തമ്മിലുള്ള നല്ല ഫ്രണ്ട്ലി റിലേഷൻസ് എന്ത് ചെയ്യാൻ, ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ICA വഴി സാധിക്കും. Then ICA act as a global representative. ICA give wide popularity for cooperation principles. ICA promote cooperation in all countries, safeguard the interest of the cooperative movement, maintain friendly relations, promote economic relations nationally and internationally between cooperative organizations. Economic relations എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അത് നാഷണലിയും ഇന്റർനാഷണലി ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് തമ്മിൽ. Then to assist in the promotion of economic and social progress of the people of the all countries. ഇതെന്ത് ചെയ്യുക, പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസ്സിൽ ഒരു അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് മറ്റൊരു ധർമ്മം, മറ്റൊരു ഒബ്ജക്റ്റീവ്. Then to work for establishment of lasting peace and security through cooperative efforts. കോപ്പറേറ്റീവ് എഫേർട്സിലൂടെ എന്ത് ചെയ്യുക, പീസ് ആൻഡ് സെക്യൂരിറ്റി, സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക. ടു വർക്ക് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാസ്റ്റിംഗ് പീസ്, സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ്. Then principles of cooperation. കോപ്പറേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു വേൾഡ് വൈഡ് കോൺഫെഡറേഷൻ ആണ് ICA എന്ന് പറയുന്നത്. ICA ഫൗണ്ട് ചെയ്തത് ഇന്റർനാഷണൽ കോൺഗ്രസിലാണ്, ലണ്ടനിൽ വെച്ചാണ്. ലണ്ടൻ തന്നെയായിരുന്നു 82 വരെ ഹെഡ് ക്വാർട്ടേഴ്സായി വർക്ക് ചെയ്തിരുന്നത്. Then 203 affiliated bodies അതിലുണ്ട് 82 കൺട്രീസിലായിട്ട്.
മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഫ്രം മെമ്പർ ഓർഗനൈസേഷൻ, ഡൊണേഷൻ ഫ്രം നോൺ മെമ്പർ ഓർഗനൈസേഷൻ അതിൽ വരാം, ഗ്രാൻസ് ലഭിക്കുന്നുണ്ട്. ICA has close contact with international organizations such as ILO, Food Agricultural Organization, International Labour Organization, and subsidiary organizations of UN like UNESCO. ഇതിൻ്റെയൊക്കെ ക്ലോസ് കോണ്ടാക്ട് ആരുമായിട്ടുണ്ട്? ICA ആയിട്ടുണ്ട്. ICA UNO recognized ICA UNO recognize ചെയ്തൊരു ബോഡിയാണ്. Right to participate in meeting and development work of ILO and FAO. FAOയുടെയും ILOയുടെയും വർക്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു അറ്റൻഡ് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. യുണൈറ്റഡ് നേഷൻസിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ICA ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, ഇറ്റ് വാസ് റീഫോർമുലേറ്റഡ് ഇൻ 1995. 1995 റീഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കാറുള്ള ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ്. ഓരോ വർഷത്തെയും ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ നമുക്ക് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ദെൻ കോപ്പറേറ്റീവ് അലയൻസിലുള്ള അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. ICAയുടെ ജനറൽ അസംബ്ലി ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. മെമ്പർഷിപ്പിന്റെ പ്രത്യേകത പറഞ്ഞു. മെമ്പേഴ്സ് ആരായിരിക്കുന്നതിനാൽ ഓർഗനൈസേഷൻസ് ആണ് അതിലെ മെമ്പേഴ്സ്, നാഷണൽ ഫെഡറേഷൻസ് ആണ് അതിലെ മെമ്പേഴ്സ്, പ്രസന്റ് ഫെഡറേഷൻ മോർ ദാൻ 70 കൺട്രീസിൽ അതിൻ്റെ മെമ്പേഴ്സ് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടെ നിന്നൊക്കെ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്. റീജിയണൽ ഓഫീസേഴ്സ് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഓഫ് ICA പറഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷനെ കുറിച്ച് എനിക്ക് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ മൂന്ന് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1844 രൂപം കൊടുത്ത റോക്ക്ഡെയിൽസിന്റെ പ്രിൻസിപ്പിൾസ്. റോക്ക്ഡെയിൽ പയനീഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അവരുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്ന കർവേ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കർവേ കമ്മിറ്റിയുടെ സ്റ്റഡീൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട പ്രിൻസിപ്പിൾസ് ആണ് 1966 റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ് മാഞ്ചസ്റ്റർ കോൺഗ്രസിൽ പാസ്സാക്കിയ 1955 പ്രിൻസിപ്പിൾസ് ആണ്. ഇതൊക്കെയാണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഇതാണ് റിവൈസ്ഡ് പ്രിൻസിപ്പിൾ. ബേസിക് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, അതായത് പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് സെയിൽ അറ്റ് മാർക്കറ്റ് റേറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇതിൽ ഓപ്പൺ മെമ്പർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റോക്ക്ഡെയിൽ കൺസ്യൂമർ സ്റ്റോറിന്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ആയിരുന്നു. ടു ഓൾ മെമ്പർഷിപ്പ്, any man or woman could join it in equal terms with the original members by paying a certain sum of value of shares. വാല്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്തു? ചെറിയൊരു എമൗണ്ട് ഷെയർ വാല്യൂ കൊടുത്തുകൊണ്ട് ആർക്കും മെമ്പർ ആവുകയും സാധിക്കുന്ന ഒന്നായിരുന്നു റോക്ക്ഡെയിൽ സൊസൈറ്റീസ്. അവയുടെ പ്രിൻസിപ്പിളാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെട്ടത്. ഓപ്പൺ മെമ്പർഷിപ്പാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുള്ളതാണ്. അത് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെ ഡെമോക്രാറ്റിക് കൺട്രോൾ അല്ല, കാരണം അവിടെ ഷെയറിന്റെ വാല്യൂവിനനുസരിച്ചാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. അതേസമയം ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ 1 man 1 vote എന്നുള്ള രീതിയിൽ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. 1 man 1 vote എന്നുള്ള രീതിയിൽ. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് ഒരു ഫിക്സഡ് എമൗണ്ട് റിട്ടേൺ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. മെമ്പേഴ്സ് ഡെപ്പോസിറ്റിന് സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന മുമ്പായിട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ലിമിറ്റഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് അറിയപ്പെട്ടു. അങ്ങനെയാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അവരുടെ സർപ്ലസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻസ് ഓൺ പർച്ചേസസ് ആണിരുന്നു. എത്ര പർച്ചേസ് ചെയ്യുന്ന അതിനനുസരിച്ച് പാട്രണേജ് ഡിവിഡൻഡ് ലഭിച്ചിരുന്നത്. പർച്ചേസിനനുസരിച്ചുള്ള ഡിവിഡൻഡിനെയാണ് പാട്രണേജ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്.
ദെൻ ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്. ക്യാഷ് സെയിൽസ് ആയിരുന്നു അവരുടെ പോളിസി. മാർക്കറ്റ് റേറ്റിലായിരുന്നു ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്. ക്യാഷ് സെയിൽസ് അവരുടെ ഒരു പ്രിൻസിപ്പിളായിരുന്നു. ക്യാഷ് സെയിൽസും അതേപോലെ തന്നെ ആക്റ്റീവ് പ്രൈസ് പോളിസി. മാർക്കറ്റ് ചെയ്യുന്ന ഗുഡ്സ് എന്തായിരുന്നു, മാർക്കറ്റ് റേറ്റിലായിരുന്നു. ക്രെഡിറ്റ് സെയിൽസ് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ പ്രിൻസിപ്പിളും ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന പ്രിൻസിപ്പിൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ കടന്നു വന്നു. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ അല്ലെങ്കിൽ റിലീജിയസ് വിഭാഗത്തോടോ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായി മാറി. ദെൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ്സിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ് എന്നുള്ളത് നിർബന്ധമാണ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലിവിങ് തന്നെയാണ് എന്ന് പറയാം. അതങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും അതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിൾസിന് എത്രത്തോളം വ്യത്യസ്തമാണ് അടുത്ത പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റിയും നമ്മുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിലില്ല. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിലുള്ളത് കോർപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രിൻസിപ്പിൾ കൂടിച്ചേർക്കുകയാണ് ചെയ്തത്. ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ കോപ്പറേറ്റീവ് അമംഗ് കോപ്പറേറ്റീവ് എന്ന പ്രിൻസിപ്പിൾ കൂടി ആഡ് ചെയ്തതാണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. അതിൽ ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റിയും ഇല്ല. റിവൈസ്ഡ് പ്രിൻസിപ്പിൾസിൽ ഇത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റലും ഇല്ല. അതിന് പകരം മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ് അടുത്തതായിട്ടുള്ളത്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, അതേസമയം ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഇല്ല, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് അമംഗ് കോപ്പറേറ്റീവ്സും ഉണ്ട്. അതേസമയം മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ 3 പ്രിൻസിപ്പിൾസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ് എന്നുള്ളത്. This first principle, which was being accepted and followed by Rockdale in 1844, Cavey Committee in 1966. Membership in corporation is open to all without considering caste, color, creed, etc. It is voluntary in character. So, membership should not be denied to anybody on the basis of caste, color, creed. ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാസ്റ്റിൻ്റെയോ അവരുടെ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വംശത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്കും തന്നെ മെമ്പർഷിപ്പ് നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഓപ്പൺ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. As a membership should be given to those who are prepared to accept the responsibilities of membership and who are in need of the service provided by the societies. ആകെ 2 കണ്ടീഷനാണ് പറയുന്നത്. എന്ത് ചെയ്യുക, ഇവർ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന മെമ്പർഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ആ സേവനങ്ങൾ ആവശ്യമുള്ള ഈ സൊസൈറ്റിയുടെ സേവനങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കും ആണ് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതെന്നാണ് ഈ ഓപ്പൺ മെമ്പർഷിപ്പ് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ICA is the opinion that there is no use in giving membership to an individual who is not prepared to accept the responsibility of membership, who is not in need of the service rendered by the society. The word open is used in this principle subject to these restrictions. ഈ ഓപ്പൺ മെമ്പർഷിപ്പ്, ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഈ റെസ്ട്രിക്ഷൻസ് 2 റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട്. എന്ത് ചെയ്യില്ല, പ്രഷറിന്റെയോ കമ്പൽഷന്റെയോ കോയസിന്റെയോ ഫലമല്ല ഒരാളുടെ മെമ്പർഷിപ്പ് ആണുള്ളതാണ്
കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർഷിപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫണ്ടമെന്റലി ആൻഡ് ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി വി ഡിഫൈൻഡ് ആസ് an institution of members, by the members and for the members, by the members, for the members, institution of the members. അതുകൊണ്ട് തന്നെ 1844 മുതൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഡെമോക്രാറ്റിക് കൺട്രോൾ. ആഡഡ് ദി വേർഡ് മെമ്പർ അലോങ് ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിന്റെ കൂടെ മെമ്പർ എന്ന വേർഡ് കൂടി ആഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ് കൺട്രോൾ എന്നുള്ള പ്രിൻസിപ്പിൾ ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ് കൺട്രോൾ എന്നുള്ള മെമ്പർ കൺട്രോൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ICA പ്രിൻസിപ്പിൾ. ICA ഈ ഒരു വേർഡ് മെമ്പർ എന്ന വേർഡ് ആഡ് ചെയ്തുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മെമ്പറിന്റെ പ്രത്യേകതയാണ് വൺ വോട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മെമ്പർ എന്നുള്ള വാക്കും കൂടി എന്ത് ചെയ്തിരിക്കണം, ഈ ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുള്ളതിന് ചേർക്കണം എന്നുള്ള അഭിപ്രായമാണ് ICAക്കുള്ളത്. അങ്ങനെയാണ് ICAയുടെ പ്രിൻസിപ്പിളിൽ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ എന്ന് വന്നത്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നേരത്തെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇക്വിറ്റബിൾ ഡിവിഷൻ ഓഫ് സർപ്ലസ് എന്നുള്ള പാറ്റേൺ ഡിവിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം അതിന് പ്രിൻസിപ്പിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ് എന്നുള്ളത് മാത്രമാണ് ഒരു അധികമായിട്ട് വരുന്നത്. എന്താണ് കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാർവേ കമ്മിറ്റി 1966 കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ആണ്. പിന്നെ 95 ICA ഇത് റീടൈൻ ചെയ്തു ഈ പ്രിൻസിപ്പിൾ. അത് cooperative sector should be made strong and viable for achieving strength and viability. The first thing required is cooperation between the cooperatives organization. Cooperatives അവർ തമ്മിൽ പരസ്പരം തന്നെ എന്ത് ചെയ്തിരിക്കണം, കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഉണ്ടാവാം, സൊസൈറ്റീസ് ഒക്കെ തന്നെയും പരസ്പരം എന്ത് ചെയ്തിരിക്കണം, കോപ്പറേറ്റ് ചെയ്തിരിക്കണം. The cooperation different types of societies at same level can be defined horizontal cooperation, while cooperation between the same types of societies at a different level can confirmed vertical cooperation. Vertical cooperation, horizontal cooperation, ഈ cooperatives among cooperatives തമ്മിലുണ്ടാവാം. റിവൈസ്ഡ് പ്രിൻസിപ്പിൾസ്, ICAയുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ICAയുടെ ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ള ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. എന്താണ് മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The active economic participation of members should be one of the very objectives of the society. The purpose behind organizing a cooperative society active economic participation of the members should be one of the very objectives of the society. മെമ്പേഴ്സിന്റെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഒരു സൊസൈറ്റിക്ക് ആവശ്യമാണ്. മെമ്പേഴ്സ് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിലനിൽപ്പുള്ളൂ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെ പോലെ തന്നെ സാമ്പത്തികമായിട്ട് താല്പര്യം കൂടി അതിനുണ്ടായിരിക്കണം. ആ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ ICA ഇതിലൂടെ ആഡ് ചെയ്തത്. ദെൻ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. കോർപ്പറേഷന്റെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതയാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓട്ടോണമസ് ആണ്, ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ്. ഓട്ടോണമി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനമെടുക്കലിലും അതേപോലെ തന്നെ ഏത് കാര്യത്തിലും അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അതിന് സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനും സ്വന്തമായി തീരുമാനം എടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ സ്വന്തമായി തീരുമാനം എടുക്കാൻ കോപ്പറേറ്റീവ്സ് സാധിക്കുന്നു. കോപ്പറേറ്റീവിനെ ആ രീതിയിൽ തീരുമാനം സ്വന്തം എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അതോറിറ്റി അവരുള്ളതിന് ഞാൻ വിളിക്കുന്നത് ഓട്ടോണമി ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോണമി ഇൻഡിപെൻഡൻസ് അതിന്റെ പ്രാക്ടീസിൽ തന്നെ ഉള്ളതാണ്. ICA അതിനെന്ത് ചെയ്തു, ICAയും ഈ കോപ്പറേറ്റീവിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഈ അത് ചേർത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതിലൂടെ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ള കൂടി ചെയ്തു. കോപ്പറേറ്റീവ് ട്രെയിനിങ് മെമ്പേഴ്സിന് എന്ത് ചെയ്തിരിക്കണം, അതിലുള്ള എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുത്തിരിക്കണം. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യേണ്ടതാണ് കൂടി അവിടെ ചേർത്തു. കോപ്പറേറ്റീവ് അമംഗ് കോപ്പറേറ്റീവ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. എന്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഉദ്ദേശിക്കുന്നത്? New principle recommended by ICA in 1995. Cooperatives are basically a part of community. Cooperative ആണെന്നത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് വിത്തൗട്ട് കൺസിഡറിംഗ് കമ്മ്യൂണിറ്റി ഒഴിവായിക്കൊണ്ട് അതിനൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റീസ് അതിന്റെ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഈ കൺഫോർ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 7 പ്രിൻസിപ്പിൾസ് ആണ് ICA പ്രിൻസിപ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, participation, autonomy and independence, operative education, training and information, operation and operatives, concern for community. ഈ 7 പ്രിൻസിപ്പിൾസിൽ കോപ്പറേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്പൺ മെമ്പർഷിപ്പ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റീവ്സ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു.
റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ളത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ്, കൺസേൺ കമ്മ്യൂണിറ്റി. ഈ മൂന്നെണ്ണമാണ്. എന്താണ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്? അത് എക്കണോമിക് ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ് സ്വതന്ത്രമായിട്ടുള്ളൊരു അധികാരം ആർക്കുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. പിന്നെ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സിന് പുറമെ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി കമ്മ്യൂണിറ്റി കൂടി എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിറ്റി കൂടി ആര് നോക്കേണ്ടതുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോക്കേണ്ടതുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ വെൽഫെയർ ആരുടെ വെൽഫെയറിന് കൂടി നിലകൊള്ളുന്ന, കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് കൂടി നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ ഈ റോഡേൽ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിശ്ചയ ശതമാനം ഇൻട്രസ്റ്റ് ഓൺ മാത്രമായിരുന്നു ആദ്യം മെമ്പേഴ്സിന് കൊടുത്തിരുന്നത്. ആ പ്രിൻസിപ്പൽ ഡിലീറ്റ് ചെയ്തു. അവിടെ ആക്റ്റീവ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ മെമ്പർ ഈസ് എസൻഷ്യൽ എലമെന്റ് ഫോർ ദിസ് പർപ്പസ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ്, അത് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്തിന്റെ ബേസിലായിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് താല്പര്യം കൂടി പരിഗണിച്ച് അവർക്ക് ലാഭം ലഭിക്കുന്ന രീതിയിലായിരിക്കണം കോപ്പറേറ്റീവ്സിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തു. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് മാറി അതിന്റെ മെമ്പേഴ്സിന് അതിന്റെ അച്ചീവ്മെന്റ്സ് എന്ന രീതിയിലായിരിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് വന്നു. അതാണ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നത്. ആ സ്ഥാനത്തുണ്ടായിരുന്ന ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള പ്രിൻസിപ്പിൾ മാറിയിട്ടാണ് പുതിയ സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്താണെന്ന് പറഞ്ഞു. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മെമ്പർഷിപ്പ് ഈ പ്രിൻസിപ്പിൾസ് മൂന്നെണ്ണം കമ്പയർ ചെയ്താൽ ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ലിക്വിഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കേസേഴ്സ് എന്നുള്ളൊരു പകരം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇതും നിലവിലുണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നും രണ്ട് പ്രിൻസിപ്പിൾസ് എന്തിനില്ല, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പകരം ചേർത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് എന്നുള്ള പ്രിൻസിപ്പിൾ മാത്രമാണ്. ദെൻ ലാസ്റ്റുള്ളതിൽ 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോളും, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് നിലനിർത്തി പകരം 3 പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ 1995 ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ്, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.